ഹായ്, ഞാൻ ദീപ. ഞാൻ ഒത്തിരി മീൽ പ്രിപ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും കുക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കും ഒക്കെ ഉള്ള ഫുഡിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മീൽ പ്രിപ്പറേഷനാണ്. മീൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വയ്ക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലാം ഉണ്ടാക്കി വെക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. രാവിലെ എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറോളം എൻ്റെ ബോഡി സ്റ്റിഫായിരിക്കും. സോ എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ചൂടും തണുപ്പും ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് തന്നെ ബോഡിയിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു മെയിൻ ഇത് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം അതാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. അതായത് ഇത് ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ എഫേർട്ട് 2-3 ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്യുമ്പോൾ പാത്രം കഴുകുന്നതാവട്ടെ, അതിനെടുക്കുന്ന പാത്രങ്ങൾ, അതിനെടുക്കുന്ന എഫേർട്ട് എല്ലാം ഒറ്റയടിക്ക് അങ്ങ് തീരാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് തീരെ വയ്യാതെ വരിക, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് കുറച്ച് എന്തെങ്കിലും രാവിലെ എണീറ്റ് ഉടനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും 9 മണിക്കുള്ളിൽ നമുക്ക് ഫുഡ് റെഡിയാക്കുന്നതിന് എന്നാന്ന്. പക്ഷേ എൻ്റെ ഇവിടുത്തെ കേസിൽ 7 മണിയാകുമ്പോൾ എനിക്ക് ഇവിടെ ഫുഡ് റെഡി ആയിരിക്കണം. രാവിലത്തെ ഫുഡ് ചിലപ്പം ഉച്ചയ്ക്കത്തെയും 7 മണിയാകുമ്പോൾ റെഡി ആവണം. അപ്പം എനിക്ക് എണീക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം എന്ന് പറഞ്ഞാൽ 5:45, 6 മണി ആ ടൈം. 6 മണിക്ക് എണീറ്റിട്ട് 7 മണിക്കകത്ത് ഉച്ചയ്ക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡും ഒന്നും റെഡിയാക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. സോ ഞാനിതെല്ലാം മീൽ പ്രിപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതായത് ഒത്തിരി സാധനങ്ങൾ അരിഞ്ഞ് വെക്കുകയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും കടന്ന് ഞാൻ കുക്ക് ചെയ്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടികൾ പോകുന്ന ഒരു ടൈമാണ് 7-7:30. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡ് റെഡിയാക്കിയില്ലെങ്കിൽ പിള്ളേരെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. സോ വെക്കേഷൻ ടൈം ആണെങ്കിൽ അതിനൊരു ഒഴിവില്ല എന്നുള്ളതാണ്. പിള്ളേർ +1 +2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. സോ അതിൻ്റെ ബേസിലാണ് നമ്മളിത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുവാണ് എനിക്കിപ്പോൾ പയ്യെ ബോഡി പെയിൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് മാറി വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സാധാരണ പോലെ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് വയ്യ എന്ന് നമുക്ക് നേരത്തെ തോന്നാനല്ല, നമുക്ക് പീരീഡ്സ് ഉള്ളൊരു ടൈമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യായികയുള്ള സമയമാണെങ്കിൽ ഒരു വൈകുന്നേരം കൂട്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ എന്താ നോർമലി നമ്മളിവിടുത്തെ ഒരു ഫുഡിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ചധികം കടലക്കറി ഉണ്ടാക്കി വയ്ക്കും. ഇന്നിപ്പം ഞാൻ അതാ ചെയ്തു വെച്ചത്. കുറച്ചധികം കടലക്കറി ഉണ്ടാക്കി വയ്ക്കും. അത് ഇച്ചിരി കുറുക്കി ഉണ്ടാക്കിയിട്ട് തണുപ്പിച്ച്, അതായത് ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അത് തണുപ്പിക്കും. ഞാൻ വെള്ളത്തിലൊക്കെ വെച്ച് അത് തണുപ്പിച്ചെടുത്തിട്ട് കണ്ടെയ്നേഴ്സിലാക്കി, അതായത് ഓരോ ദിവസം എത്ര എടുക്കണം എന്നുള്ള പോർഷനെ ബേസ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. കടലക്കറിക്ക് ഒപ്പം പോകുന്ന കുറച്ച് സാധനങ്ങൾ ചിലത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വയ്ക്കും, ചിലത് ഞാൻ അന്ന് രാവിലെ ഉണ്ടാക്കത്തുള്ളൂ. സോ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ കടലക്കറിക്കൊപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചധികം പുട്ടും, അരിപ്പുട്ടേ ഇവിടെ മറ്റു പുട്ടൊന്നും വലിയ താല്പര്യമില്ല. സോ അരിപ്പുട്ടും പിന്നെ ഇടിയപ്പവും. അത് ഞാൻ ഒത്തിരി ദിവസത്തേക്ക് വെക്കേണ്ടതാണെങ്കിൽ തേങ്ങ ഇടാതാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വേണം എന്നുള്ളെങ്കിൽ അന്നേരം ആഡ് ചെയ്യത്തേ ഉള്ളൂ. അത് തേങ്ങയുടെ ഒരു ചുവ വ്യത്യാസം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അന്ന് എന്നാണോ എടുക്കുന്നത് അന്നത്തെ ദിവസം കുറച്ച് തേങ്ങ നമ്മൾ എന്തായാലും ആവി കയറ്റും രാവിലെ എടുക്കുമ്പോൾ. അപ്പോൾ അന്നത്തെ ദിവസം തേങ്ങ ഇട്ടങ്ങോട്ട് ആവി കയറ്റത്തേ ഉള്ളൂ. ഇല്ല തേങ്ങ ഇടാതെയും ഓക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പുട്ടും ഇടിയപ്പം ഉണ്ടാക്കി വയ്ക്കും. ഇനി കടലക്കറി സ്റ്റോക്ക് ഉണ്ടല്ലോ. സോ നമുക്ക് ഇപ്പോൾ രാവിലെ ഇതൊന്നും ഇല്ല, പുട്ടും ഇടിയപ്പം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് രാവിലെ വല്ല ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ അപ്പോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന്, അപ്പമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ 1-2 ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് ആ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ. പിന്നെ ഉള്ളത് സാമ്പാർ ഞാൻ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഈ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കടല, സാമ്പാർ, അതുപോലെ സവാള തക്കാളിയുടെ ഒരു ബേസ് കറിയില്ലേ, ഇത്രയും സാധനങ്ങളാണ് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അത് 1-1.5 ആഴ്ച വരെ എനിക്ക് പോകാറുണ്ട് ഫ്രീസറിൽ ഞാൻ വെക്കാറില്ല. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് മുമ്പ് തന്നെ അത് തീർന്നു പോകും. സോ 1-1.5 ആഴ്ച നമുക്ക് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്തത് സാമ്പാറും ബൾക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശമാവ് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യുന്നത്. ഞാൻ ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കി വെക്കാറില്ല. അത് അന്നന്ന് രാവിലെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് അത്ര സെറ്റായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എഫേർട്ട് സെയിമാണ്. ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്ന എഫേർട്ട് രാവിലെ എടുത്ത് എന്തായാലും നമ്മൾ ഈ പുട്ടും ഇടിയപ്പം ഒക്കെ നമുക്ക് ആവി കയറ്റണമല്ലോ. സെയിം വേ നമ്മൾ ഇഡ്ഡലിയും ഇതും ആവി കയറ്റേണ്ടി വരും. സോ ആ ആവി കയറ്റുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ദോശയും നമ്മുടെ ഇഡ്ഡലിയും നമുക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ് എളുപ്പം. അപ്പം ഉണ്ടാക്കുന്നത് തന്നെ എളുപ്പം. കാരണം അടുക്കള മെസ്സാവത്തില്ല. അടുക്കള മെസ്സാവുന്ന കേസ് എന്ന് പറയുന്നത് ഇടിയപ്പവും പുട്ടും ഉണ്ടാക്കുമ്പോഴാണ്. നമ്മൾ അതിൻ്റെ പൊടി, പിന്നെ ഇടിയപ്പം കുഴച്ച് നമ്മൾ അതിൻ്റെ ഇടിയപ്പം പീച്ചുന്ന സാധനം കഴുകണം. അങ്ങനെ ഒത്തിരി എഫേർട്ട് വരുന്നതെല്ലാം നമുക്ക് ഇടിയപ്പം പുട്ടിൻ്റെയും കേസിലാണ്. ദോശ, അപ്പം, ഇഡ്ഡലി അത് അത്ര പ്രശ്നം വരുന്നില്ല. ബാറ്റർ ഓൾറെഡി റെഡി ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഉള്ളത് കുറുമക്കറിയാണ്. കുറുമക്കറിയും
ഇതുപോലെ തന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കും. കുറുമക്കറി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അല്ലാണ്ടുള്ള സാധനങ്ങളുടെ കൂടെ കഴിക്കാം. ചപ്പാത്തി അന്ന് രാവിലെ ഉണ്ടാക്കാറുള്ളൂ, കുഴച്ച് വയ്ക്കുന്ന പരിപാടിയില്ല. എനിക്ക് കുഴയ്ക്കാനായിട്ട് ഫുഡ് പ്രോസസ്സർ ഉണ്ട്, സോ കുഴയ്ക്കുന്നത് എളുപ്പമാണ്. പരത്തുന്നത് എനിക്ക് വലിയ പാടായിട്ട് തോന്നില്ല. അന്നത്തെ ദിവസം കുറച്ച് പേർക്ക് എല്ലാവർക്കും ഒരു 3-4 വെച്ച് ഉണ്ടാക്കുന്നതിന് വലിയ എഫേർട്ട് തോന്നിയിട്ടില്ല. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും കറി ഓൾറെഡി റെഡി ആണെങ്കിൽ നമ്മളിപ്പോൾ 6 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ ഇച്ചിരി ഒന്ന് സമാധാനമായിട്ട്, കാരണം എനിക്ക് ചാടി ഓടി അടുക്കളയിലോട്ട് വരാനായിട്ട് പറ്റാറില്ല. സോ ഇച്ചിരി ഒന്ന് സമാധാനത്തിലിരുന്ന് അത്യാവശ്യം ചായയൊക്കെ കുടിച്ച് പയ്യെ എണീറ്റ് വന്ന് നമ്മളൊരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ കുറുമക്കറി ഒന്ന് ചൂടാക്കാനായിട്ട്. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ടൊന്ന് ചൂടാക്കുക. പിന്നെ നമുക്ക് പോകുന്ന ആൾക്കുള്ള ചപ്പാത്തി അന്നേരം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ചപ്പാത്തി കുഴയ്ക്കുന്നു, ഉണ്ടാക്കുന്നു, അപ്പോഴത്തേക്കും നമുക്ക് 7 മണിക്കകത്ത് സംഭവം റെഡിയാവും. പിന്നെ ചോറ് ഓൾറെഡി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ മീൽ പ്രിപ്പിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ചോറ് മാത്രം ഞാൻ ഇൻസ്റ്റപോട്ടിൽ രാവിലെ റെഡി ആയിരിക്കും. അപ്പോൾ ചോറ് ഊറ്റുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കറികൾ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും. അത് ചൂടാക്കാനൊന്നും പോകത്തില്ല. ചൂട് ചോറിൻ്റെ പുറത്തോട്ട് ഞാൻ ആ കറികൾ, ആവശ്യത്തിനുള്ള കറികളും പിന്നെ അവർക്കൊരു മുട്ട വല്ലതും പൊരിക്കണമെങ്കിൽ അതും പൊരിച്ച് അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. സോ അത് ഉച്ചയാകുമ്പോൾ അത് സെറ്റായിരിക്കും. കറികൾ പെട്ടെന്ന് തീരും. ഉച്ചയ്ക്കത്തെ കറികൾ നമുക്കൊരു 3-4 ദിവസത്തേക്കൊക്കെ നിൽക്കത്തുള്ളൂ. ഞാൻ ബൾക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയ്ക്കേ ഉണ്ടാക്കാറുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ഇതൊക്കെ ഞാനൊരു ഒരാഴ്ച കണക്കാക്കിയിട്ട്, അതായത് കടലക്കറി ഒരാഴ്ചത്തേക്കെന്നുള്ളതല്ല, കടലക്കറി ഒരു 3-4 തവണയ്ക്ക് ഉള്ള കടലക്കറി ഉണ്ടാക്കും. സെയിം വേ സാമ്പാർ ഒരു 3 തവണത്തേക്കുള്ളത്, കുറുമയും അതുപോലെ ഒരു 3 തവണത്തേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അത് പ്രോപ്പറായിട്ട്, അതായത് പിന്നീട് എപ്പോഴും തുറക്കേണ്ട അതല്ല, നമ്മൾ ഒരു ദിവസം എടുക്കുന്ന അത്രയും പോർഷനാണ് ഒരു കണ്ടെയ്നറിലാക്കി വെക്കുന്നത്. സോ ആ കണ്ടെയ്നർ അങ്ങ് എടുക്കുന്നതെന്നേ ഉള്ളൂ. മറ്റത് അവിടെ തൊടാതെ തുറക്കാതെ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ പോലും ഈ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കാണും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. കാരണം പഠിക്കാനും നമ്മൾ ഈ രാവിലെ എണീറ്റ് പഠിക്കാൻ കിട്ടുന്നൊരു നല്ലൊരു സമയമുണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോകാതെ ഇതിനൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേസിൽ. അപ്പം അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ വയ്യായിക ഉണ്ടെങ്കിലും ഇതുപോലെ പീരീഡ്സ് പോലുള്ള സമയങ്ങൾ വരുവാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പപ്പണിയാണിത്. ഇത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നറിയത്തില്ല. ഒത്തിരി പേര് ഇതിന് ഒരു നെഗറ്റീവ് സൈഡാണ് കാണുന്നത്. അത് അവരുടെ ഇഷ്ടം. ഞാൻ പറയുന്നത് ഇതാരും ഫോളോ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുമെന്നല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഐഡിയ ഷെയർ ചെയ്തതേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മീൽ പ്രിപ്പ്, ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മീൽ പ്രിപ്പ്. സെയിം വേ നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി വെക്കാം കേട്ടോ. മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ സവോള തക്കാളിയുടെ ബേസ് കറി ഞാൻ ഉണ്ടാക്കി വെക്കുമെന്ന്. അപ്പോൾ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുട്ട പുഴുങ്ങുന്നത് എനിക്കിവിടെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ സ്റ്റിൽ മുട്ട, അതായത് എനിക്കിവിടെ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എനിക്കിവിടെ ഇൻഡക്ഷൻ കുക്കറാണുള്ളത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ആവി കയറ്റുന്ന കാര്യമാണെങ്കിലും മുട്ട പുഴുങ്ങുന്ന കാര്യമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നടക്കും. ഇപ്പം നമ്മൾ ഈ ഗ്യാസിൽ വെക്കുമ്പോൾ അത് ഞാനിപ്പോൾ പെട്ടെന്ന് നടക്കുന്നത്, ചിലപ്പോൾ ചിലർ പറയും ഗ്യാസിലും നമുക്ക് പെട്ടെന്ന് നടക്കുമല്ലോ എന്നുള്ളത്. ഗ്യാസിൽ നമുക്ക് പെട്ടെന്ന് നടക്കും. ഗ്യാസ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാസാണ് ഫാസ്റ്റ് എന്ന് തോന്നും. പക്ഷേ വൺസ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ഇൻഡക്ഷൻ ബേസ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഗ്യാസിൻ്റെ തീ അത്ര നല്ലതായിട്ട് തോന്നില്ല. അതായത് അത് ഫാസ്റ്റ് അല്ല, ഇല്ല കുക്കിംഗ് ഭയങ്കര ഫാസ്റ്റ് അല്ല, തീരെ എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇൻഡക്ഷനിലായതുകൊണ്ട് സംഭവങ്ങളെല്ലാം പടപട രാവിലെ നടക്കും. അപ്പം ഞാൻ പറഞ്ഞത് വേണേൽ മുട്ട പുഴുങ്ങി തോടോടെ നമുക്ക് വെക്കാം. തോടോടെ ആണ് ഞാൻ സാധാരണ വെക്കുന്നത്. തോട് കളഞ്ഞ് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കതത്ര ഒരു ധൈര്യമില്ല. സോ മുട്ട പുഴുങ്ങിയിട്ട് തോടോടെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ പക്ഷെ അതങ്ങനെ ഫോളോ ചെയ്യാറില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോകേണ്ടവരാണെങ്കിലും രാവിലെ എണീറ്റ് ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കണം, എൻ്റെ കേസിൽ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പഠിക്കണം എന്നൊക്കെ തോന്നുന്നൊരു സമയമാണ്. സോ അത് പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കണം, അവർക്ക് സ്കൂളിൽ പോകണം, സ്കൂളിൽ ഫുഡ് കൊണ്ടുപോകണം, എല്ലാം നടക്കണമെങ്കിൽ ഈ ഒരു മീൽ പ്രിപ്പ് കുറച്ച് ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മീൽ പ്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഫുൾ ഡേ നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഞായറാഴ്ച എടുത്തിട്ട് ഫുൾ ഡേ ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലത്തെ കുക്കിംഗ് രാവിലെ ഞാൻ അധികം അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അല്ലെങ്കിൽ നമുക്ക് തീരെ ഇല്ല, ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ രാവിലെ ഇറങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. കാരണം രാവിലെ തൊട്ടുച്ച വരെയുള്ള സമയം ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റാറില്ല. സോ ഞാൻ സാധാരണ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി വെക്കും. മീൽ പ്രിപ്പ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളല്ലേ, ഇപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ദിവസത്തെ ടു ഡു ലിസ്റ്റിനകത്ത് പോകുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കണം, പച്ചക്കറി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, പച്ചക്കറി വാങ്ങിക്കുന്നത്, അതുപോലെ ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്, ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം ഞാൻ ചെയ്തില്ല. ഇപ്പോൾ പച്ചക്കറി അങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ എല്ലാം കൂടെ കുക്ക് ചെയ്തില്ല. ഞാൻ കുറേശ്ശെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും.
എന്നിട്ടൊരു സമയം നോക്കിയിട്ട് ഒരേപോലെ നമുക്ക് എഫേർട്ട് ഇടുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ പരിപ്പ് കറി, പിന്നെ അവിയൽ, അതുപോലെ ചീരത്തോരൻ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എല്ലാത്തിനും അരപ്പ് സെയിമാണ്. സോ അരപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് ആക്കുന്ന ഒരു ദിവസം അതുപോലത്തെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കുന്നത് ഒരു ദിവസം, അതായത് ഒത്തിരി ഇരുന്ന് പൊളിച്ച് റെഡിയാക്കണമല്ലോ, അപ്പോൾ അതിന് ഒരു ടൈം എടുത്ത് ഒരു സമയം. പിന്നെ ദോശമാവ്, ഇതെല്ലാം പല പല ദിവസം സ്പ്ലിറ്റ് ചെയ്താ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരൊറ്റ ദിവസം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കേസിൽ എനിക്ക് പറ്റുന്നില്ല. നമ്മളാണെങ്കിലും മടുത്തും ഈ മീൽ പ്രോം എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയേച്ചു പോകും. ഇത് നമ്മളൊരു റൂട്ടീൻ പോലെ എല്ലാ ദിവസവും ചെയ്യേണ്ട കുറേശ്ശെ കാര്യങ്ങൾ, അത് കറികൾ തീരുന്ന മുറയ്ക്കും എല്ലാ കറികളും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുമല്ല, ഒരു 3-4 കറികൾ ഒരുമിച്ച്, അതും ഇതുപോലെ എഫേർട്ട് കുറഞ്ഞ് നമുക്ക് ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളെല്ലാം നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ അച്ചാർ ഉണ്ടാക്കി വയ്ക്കുന്നത്, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ചിക്കൻ ഞാൻ ഇപ്പം നമുക്കിവിടെ കെപ്കോയിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ഫ്രഷ് ചിക്കൻ കിട്ടും. അപ്പോൾ അത് കൊണ്ടുവന്നാൽ പിന്നെ വെള്ളത്തിലിട്ട് തണുപ്പ് മാറ്റി അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. സോ പെട്ടെന്ന് തന്നെ നമുക്കത് മാരിനേറ്റ് ചെയ്താണ് ഞാനിപ്പോൾ വെക്കാറ് ചിക്കൻ. അത് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ചിക്കൻ കറി വെക്കുന്നത് വളരെ കുറവാണ്. അപ്പം ശരിക്കും മാരിനേറ്റ് ചെയ്ത് ബാച്ച് പോർഷനായിട്ട് ഫ്രീസറിൽ വെച്ചേക്കും. രാവിലെ ഒരു പെട്ടി എടുക്കും, പുറത്ത് വയ്ക്കും, തണുപ്പ് മാറ്റും. ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ഓവനിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക ചെയ്യുന്നത്. 25 മിനിറ്റ്സ് അല്ല, 25 മിനിറ്റ്സ് വൺ സൈഡ്, 25 മിനിറ്റ്സ് അതർ സൈഡ്, അത് ബേക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു മറ്റേ നമ്മൾ ചിക്കൻ വറുത്ത് കഴിക്കത്തില്ലേ, അതുപോലെ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അപ്പം അങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ കട്ട്ലറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ, അതുപോലെ സെയിം കുറുമ, സാമ്പാർ എന്നൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ദിവസം വൈകിട്ട് കൂടിയിട്ട് ഒരു 4 മണി 5 മണിക്ക് ശേഷമാണ് ഞാൻ അതിൻ്റെ പരിപാടി തുടങ്ങുന്നത്. അത് തുടങ്ങി ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും തണുത്തിട്ട്. 2 മണിക്കൂർ മാക്സിമം കേട്ടോ തണുപ്പിക്കാനായിട്ട്, അതിനപ്പുറം നമ്മൾ സമയം എടുക്കരുത്. അങ്ങനെ എങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ട് വെക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാനായിട്ട് നോക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അപ്പം ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വൈകിട്ടെങ്ങാനും നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരികയാണ്, നമുക്ക് പെട്ടെന്ന് വിശക്കുന്ന ഒരു ഇച്ചിരി ഫുഡ് എടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് 1-2 ഇടിയപ്പം എടുത്ത് കുറച്ച് കടലക്കറി എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് തന്നെ വെച്ച് നേരെ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആവി കയറ്റണമെന്നില്ല, പ്ലേറ്റിലോട്ട് തന്നെ വെച്ച് നമുക്ക് മൈക്രോവേവിൽ വെച്ച് പെട്ടെന്ന് കഴിക്കാവുന്നതാണ്. അപ്പം ആനിക്കുട്ടി, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മീൽ പ്രിപ്പ് ഫോർ ബിസി ഡേയ്സ്, ഫോർ പെയിൻഫുൾ ഡേയ്സ്. നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെയും വൈകിട്ടത്തെ ഫുഡിൻ്റെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഒരു മെയിൻ കാര്യം, അത് ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും, വിട്ടുപോകും. ഇനി ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ വാങ്ങിക്കും, നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കും, അല്ലെങ്കിൽ പുറത്ത് വെച്ചേക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ചീഞ്ഞു പോവും, ചിലപ്പോൾ എടുക്കില്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? എടുത്ത് അത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഇങ്ങനെ ആപ്പിളൊന്നും അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഇപ്പോൾ പേരയ്ക്ക, പിന്നെ വാട്ടർമെലൺ, പിന്നെ പൈനാപ്പിൾ, അതുപോലുള്ള പപ്പായ, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചേച്ച് അത് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് രാവിലെ ആവശ്യമുള്ളവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ മിക്സഡ് ഫ്രൂട്ട്സ് പോലെയോ അല്ലാണ്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. പിള്ളേർക്കാണെങ്കിൽ എടുത്ത് കഴിക്കാൻ എളുപ്പമാണ്. സോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു രീതി, അത് കട്ട് ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചേക്കാം. അത് ചീത്തയായി പോത്തുമില്ല. നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ, പണ്ട് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച്, ഇപ്പം ഞാൻ വെജിറ്റബിൾ അങ്ങനെ കട്ട് ചെയ്യാറില്ല. വാങ്ങിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ബൾക്കായിട്ട് കുക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും, ആരും കഴിക്കാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ആ ഫ്രൂട്ട് ഇഷ്ടമില്ലാത്തവരായിരിക്കണം. സോ ആ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു.